ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയതിൽ പിന്നെ ലോകമെമ്പാടും മമ്മൂട്ടിക്ക് അതിഗംഭീരമായ പ്രശംസ തന്നെയാണ്. സാധാരണ നടന്മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾക്കോ ഏതൊരു മികച്ച നടനും കിട്ടുന്ന പ്രശംസയല്ല. ഇവിടെ തമിഴിൽ ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്ന വാക്കുകളിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്താണ് എന്നാണ്, നമ്മുടെ നടന്മാർക്ക് കഴിയാത്തത് മമ്മൂക്ക സിറന്ത നടികർ എന്ന് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഈ കാര്യമാണ്, ഒരു തമിഴ് നടനും മോഡുലേഷനുകൾ ഉപയോഗിച്ച് ഇത്രയും മികച്ച രീതിയിൽ ഡബ്ബിംഗ് ചെയ്യാൻ കഴിയില്ലെന്ന് താൻ കരുതുന്നുവെന്ന് കുറിക്കുകയാണ്. ഒരു തമിഴ് ആരാധകനാണ് എന്ന് പറയാം. ഇനി മറ്റൊരു ആരാധകൻ പറയുന്നത്, ഒരു യഥാർത്ഥ ഇന്ത്യൻ സിനിമ ഇങ്ങനെയായിരിക്കണം. യഥാർത്ഥ സിനിമ പ്രാക്ടീഷണർമാരെ കണ്ടെത്തുന്ന ദക്ഷിണേന്ത്യ മമ്മൂട്ടിയുടെ അസാധ്യ പ്രകടനം എന്നാണ്. ഇതാണ് സിനിമ, ഇതാണ് നടൻ എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നും ഉള്ള ഒരാൾ കുറിച്ചിരിക്കുന്നത്. വളരെ മികവാർന്ന ഡബ്ബിംഗ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള വിഷ്വൽ അതിശയിപ്പിക്കുന്നതായി തോന്നുന്നു. ചിത്രം കന്നഡയിൽ റിലീസ് ചെയ്തതിന് എല്ലാവരോടും നന്ദി. ഇവിടെ ഉള്ള നിരവധി മമ്മൂട്ടി ആരാധകർ സിനിമ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് കന്നഡയിൽ നിന്നുള്ള ഒരു ആരാധകൻ പറയുന്നത്. ഒരേ ഒരു മമ്മൂക്കയിൽ നിന്നുള്ള ഒരേ ഒരു ഇതിഹാസിക കലാസൃഷ്ടിയാണ് ഭ്രമയുഗം. സാധ്യമായ എല്ലാ വഴികളും അദ്ദേഹം തൻ്റെ പ്രായത്തെ പുനർനിർവചിക്കുകയാണ് എന്നാണ് ഒരു തെലുങ്ക് ആരാധകൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 15 റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഭാഷാഭേദമന്യേ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് ഏത് ദേശത്തും ഉള്ള മമ്മൂട്ടി എന്ന നടനോ അല്ലെങ്കിൽ മലയാള സിനിമ കണ്ടിട്ടുള്ളവർക്കോ അറിയാവുന്നൊരു കാര്യം, ലോക സിനിമയിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന നടനായി മാറുകയാണ് മമ്മൂട്ടി എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പ് റിലീസ് ചെയ്ത ഒരു ട്രെയിലർ ഈ റേഞ്ചിലേക്ക് എത്തിക്കുന്നു. മാത്രമല്ല ഇത് മുഴുവൻ ജനങ്ങളെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെയായിരിക്കും മനസ്സിലേക്ക് കയറുക എന്നുള്ളതിന് ആ ഒരു കമന്റ് തന്നെ മതി എത്രത്തോളമാണ്. നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു. തീർച്ചയായും സത്യസന്ധമായി നിങ്ങൾ ഓരോരുത്തരും നോക്കുകയാണ്, 100% നമുക്ക് പറയാം നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ മുകളിൽ തന്നെയായിരുന്നു അതിൻ്റെ ട്രെയിലർ. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളുടെ അതെല്ലാം പൊളിച്ചു കളയുന്നു. ഒപ്പം മമ്മൂക്ക പറയുന്നുണ്ട്, നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളോ പ്രതീക്ഷകളോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ കുറിച്ചിടുന്ന രീതികളോ മാറ്റിയിട്ട് വരിക. സിനിമ കാണുമ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് പോവുക. എന്തായാലും ഭ്രമയുഗത്തിലേക്ക് എത്തുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഹൊറർ ത്രില്ലർ ഗണത്തിൽ എത്തുന്ന ഈ ഒരു സിനിമ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നു, അത്ഭുതപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നതാണ് ട്രെയിലർ നൽകുന്ന സൂചന. നെഗറ്റീവ് ഷെയ്ഡിലുള്ള മമ്മൂട്ടിയുടെ പ്രകടനം ഓരോരുത്തരെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ള മൊത്തത്തിലുള്ള നടന്മാർ നടിമാർ നമ്മളെ ഞെട്ടിക്കുന്നു. മൊത്തം 5 ഭാഷകളാണ് ഭ്രമയുഗം റിലീസിനെത്തുന്നത്. മലയാളത്തിനൊപ്പം തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് എന്ന ഭാഷകളിലും ഉണ്ട്. ഇന്നലെ തന്നെ അതിൻ്റെ ട്രെയിലറുകളെല്ലാം തന്നെ റിലീസ് ചെയ്തിരുന്നു. അന്യ ഭാഷക്കാരിലും മലയാളികളെ പോലെ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് മമ്മൂട്ടി എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയാനുള്ളത്. അദ്ദേഹം തന്നെ ഡബ്ബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഡബ്ബിംഗ് രീതികൾ നമുക്കറിയാം. ഓരോ ഭാഷയിലും തൻ്റെ സൗണ്ടിലൂടെ കഥയുടെ ഭീതി കൃത്യമായി ഡബ്ബ് ചെയ്ത് പഠിപ്പിച്ചാൽ എല്ലാവരെയും അദ്ദേഹം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം കമൻസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണേലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും. മമ്മൂട്ടിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, ഒരു ശരാശരി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു മമ്മൂട്ടി ആരാധകൻ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ നടനെ അറിയുന്ന ആളുകൾക്ക് പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ 100 കോടിയും 50 കോടി സിനിമകളല്ല. അദ്ദേഹത്തിൽ നിന്ന് മികച്ച സിനിമ 100 കോടി 500 കോടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്നത്. അവിടെ ഭാഷയും വേഷങ്ങളും ഒന്നും തന്നെ ദേശങ്ങളും ഒന്നും തന്നെ പ്രശ്നമല്ല. അതാണ് മമ്മൂട്ടി എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ആ റേഞ്ച് ഒരു നടനും പിടിക്കാൻ കഴിയില്ല. ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഒരു നടനും കഴിയില്ല. കാരണം ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഇത്രത്തോളം നൈപുണ്യമുള്ള ഒരു വ്യക്തി മമ്മൂട്ടി മാത്രമാണ് സിനിമയിൽ. അദ്ദേഹം ആ രീതിയിൽ ഓരോ മോഡുലേഷനും, വർഷങ്ങൾക്ക് മുമ്പ് ഫാസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ കണ്ട് പഠിക്കണം എന്നുള്ളത് അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു കാലത്ത് മുതൽ, അതായത് 80കളുടെ അവസാനം മുതൽ മമ്മൂട്ടി അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി മോഡുലേഷനിൽ. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം 2024 നോക്കുമ്പോൾ എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലെയും വോയിസ് മോഡുലേഷൻ. വെറും വോയിസ് മോഡുലേഷനിലൂടെ മാത്രം ചില സിനിമകളെ അദ്ദേഹം അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭ്രമയുഗം എന്ന സിനിമ വരുമ്പോൾ നമുക്ക് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത് തന്നെയാണ്. ആദ്യമായിട്ട് മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയെ അത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പണ്ട് തമിഴും തെലുങ്കും സിനിമകൾ വരുമ്പോൾ നമ്മൾ കാത്തിരുന്ന പോലെ മലയാള സിനിമയും അവർ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.